സ്മൈൽ വിത്ത് വിപിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയാണ്. സി സെക്ഷന് മുമ്പുണ്ടായിരുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 84 kgs ആയിരുന്നു ഡെലിവറിയുടെ അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം കുഞ്ഞു പുറത്തു വന്നതിനൊക്കെ ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് 74 kg ആയിരുന്നു. ഈ 74 kg എന്ന് പറഞ്ഞാൽ ഞാൻ 62 ഉണ്ടായിരുന്ന ആളാണ് ഇത്രയും 74 എത്തി നിന്നത്. അപ്പോൾ അറിയാലോ, മാനസികമായി തകർന്നു പോയൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ കുറയ്ക്കാം? എനിക്കൊരു പെർമനന്റ് വെയിറ്റ് ലോസ് ആയിരുന്നു വേണ്ടത്. കാരണം പല സൈസ് ഡയറ്റുകളുണ്ട്, പക്ഷെ നമുക്ക് സി സെക്ഷന് ശേഷമാണെങ്കിൽ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാരായതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു ഡയറ്റ് ഒന്നും സാധ്യമായിരുന്നില്ല. പ്രത്യേകിച്ച് ആ സമയത്ത് വിശപ്പ് കൂടുതലുള്ള സമയമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. കാരണം കൂടാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരു കുറവ് മൂലം നമ്മുടെ കുട്ടിക്ക് അത് അഫക്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നൊരു പെർമനന്റ് വെയിറ്റ് ലോസിനെ പറ്റി ആലോചിച്ച് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 2 മാസം കുറഞ്ഞതൊരു 45 ദിവസമെങ്കിലും സി സെക്ഷന് ശേഷം നമ്മൾ എക്സർസൈസുകളൊന്നും ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് അത് കഴിഞ്ഞ് മതി നമുക്ക്. അതാണ് നമ്മുടെ കുഞ്ഞിനും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അപ്പം അതിനുശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക. കഷ്ടപ്പെടാതെ നമുക്കൊരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ എക്സർസൈസ് ആണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. എക്സർസൈസ് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ഒരു എക്സർസൈസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആദ്യം ഫോളോ ചെയ്യാനേ പറ്റത്തില്ല. അപ്പം ചെറിയൊരു വാക്കിങ്ങിലൂടെയായിരുന്നു ഞാൻ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വാക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യമാണെങ്കിൽ കുറച്ച് സമയം കുട്ടിയെ എടുത്തുകൊണ്ടല്ല, തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതൊരു രാവിലെയും വൈകിട്ടുമാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് രാവിലെ നടക്കുന്നു, വൈകുന്നേരം അതുപോലെ തന്നെ 10 മിനിറ്റ് നടക്കുന്നു. അതിനുശേഷം ഓരോ ദിവസവും അതിന്റെ ഒരു ചെറിയ ഓരോ മിനിറ്റ് വീതം ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് ആദ്യം നടക്കുന്നു, രാവിലെ നടക്കുന്നു, അതിനുശേഷം വൈകുന്നേരം 15 മിനിറ്റ് നടക്കുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഏകദേശം 90 കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ ആഫ്റ്റർ സി സെക്ഷൻ 3 months കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കുള്ളൊരു വർക്കൗട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ബോഡി ഒന്ന് ശരിയായി വന്നതും. അതുവരെ ശരീരവേദനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കാണെങ്കിലും വേറെ എക്സർസൈസുകളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ഒരു 4-5 എക്സർസൈസുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ എന്താ പറയാ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അപ്പോഴാണ് സമയം കിട്ടിയിരുന്നത്. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു 20 മിനിറ്റ് ആണ് ഞാൻ എക്സർസൈസിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ആ എക്സർസൈസിലാണെങ്കിൽ തന്നെ ഓരോ ബോഡിയുടെ ഓരോ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള എക്സർസൈസുകളായിരുന്നു. ഇപ്പം ആം സൈസ് ആണെങ്കിൽ ആം സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ളത്, അതല്ലാണ്ട് തൈ സൈസ് റെഡ്യൂസ് ചെയ്യാൻ, സ്റ്റൊമക് റെഡ്യൂസ് ചെയ്യാൻ, അങ്ങനെയുള്ള ഫാറ്റ് ബേണിംഗ് സെക്ഷൻസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ ഓരോ എക്സർസൈസ് ആണെങ്കിൽ തന്നെ അതിന്റെ ഇൻറ്റു 3, അത് 3 ടൈംസ് ഒരു 40 അറ്റ് എ ടൈം 40 ആണ് ചെയ്യുന്നെങ്കിൽ ഇൻറ്റു 3 അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 3 പ്രാവശ്യം അത് തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊന്നും നമുക്കൊരു വലിയ ചേഞ്ച് ഒന്നും നമുക്ക് ആദ്യത്തെ ഒരു മാസം ഒന്നും പറയാൻ സാധിക്കത്തില്ല. അത് എന്താ പറയാ, ഒരു ത്രൂ ഔട്ട് എല്ലാ ദിവസവും ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ എന്തോ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതില്ലാതെ വരുമ്പോൾ ഞാനിന്നത് ചെയ്തില്ലല്ലോ എന്നോർത്ത് ഫീൽ ചെയ്യും. പിന്നെ നമുക്കതിൽ ചീറ്റ് ഡേയ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ എന്താ പറയാ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഞാൻ ഒരു ബാക്കിയുള്ള 3 months ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒന്നും പാകമായിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്താ, എനിക്കിനും പഴയ ഡ്രസ്സ് പാകാവുന്നുണ്ടോ. അപ്പം വീണ്ടും എനിക്ക് നിരാശയാകുമ്പോൾ വീണ്ടും എക്സർസൈസ് ചെയ്യാനുള്ള ഒരു എനർജി ആണെങ്കിലും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സർസൈസ് ചെയ്യുക, ഡെയിലി ഒരു 20 മിനിറ്റ്സ് അതിനുവേണ്ടി മാറ്റിവെക്കുക. 20 മിനിറ്റ്സ് മാറ്റിവെക്കുമ്പോൾ തന്നെ ചെയ്യുന്ന എക്സർസൈസുകൾ എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പാറ്റേണോ എക്സർസൈസോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ അത് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അങ്ങനെ എക്സർസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ശരീരത്തിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ശരീരത്തിലെ വാട്ടർ ലെവൽ എപ്പോഴും എന്താ പറയുക, ഹൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുഡ് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് എന്ന് പറയുന്നത് അടുത്ത സെക്ഷനാണ്. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറയുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ തന്നെ നല്ലതായിരിക്കും. ഞാനങ്ങനെ ചൂടുവെള്ളം ഒന്നും പ്രത്യേകം കുടിച്ചിട്ടില്ല. തണുത്ത വെള്ളം തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു.
അതുകൂടാണ്ട് എന്താ പറയുക, ഒരു 11 മണിക്കൊക്കെ ആണെങ്കിലും വാട്ടർ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കൂടുതലും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് വാട്ടർ അങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് ഫുഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എക്സസൈസിന്റെ കൂടെ ഫുഡ് കൺട്രോൾ, നമുക്ക് ഫുഡ് എന്താ പറയുക, പട്ടിണി കിടക്കുക അതൊന്നും അല്ല പറയുന്നത്. നമ്മൾ എന്തോരമാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും കുറച്ച് എമൗണ്ട് നമ്മൾ കുറയ്ക്കും. ഇപ്പം രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 4 ഇഡലി 5 ഇഡലി അത്രയും പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 2.5 ഇഡലിയിലേക്ക് ആദ്യം 3 ആക്കുക, പിന്നെ ഒരു 2.5 ഇഡലി 2 ഇഡലി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ കറികൾ കൂട്ടുക. കറികൾ കൂട്ടുമ്പോഴാണെങ്കിൽ തന്നെ ഇപ്പം തേങ്ങാ ചട്നിയൊക്കെ ആണെങ്കിൽ തന്നെ അറിയാമല്ലോ, അങ്ങനെയുള്ള ഫാറ്റി സംഭവങ്ങളല്ലാണ്ടുള്ള കൂടുതൽ കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടതാണ്. 11 മണിക്ക് നമ്മൾ സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല. അതിനുശേഷം ലഞ്ചിന്റെ ടൈം വരെയാണ്. ലഞ്ചിന്റെ ടൈം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചോറ്. ഞാൻ കഴിക്കുന്ന ചോറാണ്, അതുകൊണ്ട് ചോറിന്റെ അളവ് പരമാവധി കുറയ്ക്കുക. കറികൾ കൂട്ടുക, വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തുക. ഇപ്പം അല്ലെങ്കിൽ മാംസമാണെങ്കിലും മത്സ്യമാണെങ്കിലും അത് കൂടുതൽ ഉൾപ്പെടുത്തുക. അതൊക്കെ ശരീരത്തിന് നല്ലതാണ്. പക്ഷെ ചോറിന്റെ അളവ് ഒരു എന്താ പറയുക 2 തവിയിലേക്കൊക്കെ ചുരുക്കിയെടുക്കുകയാണെങ്കിൽ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു കുറച്ച് ദിവസം നമ്മളത് ഒന്ന് കഴിച്ചു നോക്കിക്കേ, പിന്നെ നമുക്കത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആദ്യം ഒരു മാറ്റം തോന്നിയില്ലെങ്കിൽ പോലും പിന്നീട് അത് വരുമ്പോഴത്തേക്കും എക്സസൈസ് പ്ലസ് വാട്ടർ ലെവൽ പ്ലസ് ഈ ഫുഡ് കൺട്രോളിങ് വരുമ്പോഴത്തേക്കും ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും. ഇനി വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ തന്നെ ഞാനിവിടെ പാൽച്ചായയാണ് കുടിക്കാറ്. പിന്നെ ഇതിന്റെ കൂടുതൽ വേറൊരു കാര്യം, ഫുഡ് കൺട്രോളിങ് ആണെങ്കിൽ തന്നെ നമുക്ക് ബേബി ഉണ്ട്, ബേബിക്ക് ഫീഡിംഗ് ഉണ്ട്. അപ്പോൾ അതിലൊരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു രീതിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് വൈകുന്നേരം അത്താഴത്തിന്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഞാൻ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ചോറ് തന്നെ അതിൽ ക്വാണ്ടിറ്റി കുറച്ച് കറികൾ കൂട്ടിയാണ് ഉപയോഗിക്കാറ്. മുട്ടയൊക്കെ സാധാരണ വൈകുന്നേരം ഓംലേറ്റ് ആയിട്ട് കഴിക്കാറുണ്ട്. ചോറ് വളരെ കുറച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലും പിന്നെ ആ വാട്ടർ കുടിക്കുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് എക്സർസൈസ്, ഫുഡ് കൺട്രോളിങ്, വാട്ടർ ലെവൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് എനിക്കൊരു എന്താ പറയുക 84 ഉണ്ടായിരുന്ന ഒരു വെയിറ്റ് ഇപ്പോൾ 64ലേക്ക് ആക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വെയിറ്റ് ലോസ് ജേർണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്മൈൽ വിത്ത് വിപിയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി അടുത്ത എപ്പിസോഡുകളിലായിട്ട് എങ്ങനെ എക്സർസൈസുകൾ ഏതൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.